സയനൈഡ് മോഹൻ്റെ ജീവിതകഥയുടെ നിഴലുപറ്റി പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ മമ്മൂട്ടി ചിത്രമാണ് കളങ്കാവൽ. ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിക്ക് എല്ലാ അർത്ഥത്തിലും നിർണായകമായ ചിത്രം. സമകാലികവും അല്ലാത്തതുമായ പല ഘടകങ്ങൾ കൊണ്ടും ഈ സിനിമയും മമ്മൂട്ടിയും നേരിടുന്നത് നിരവധി വെല്ലുവിളികളാണ്. അതിലേറ്റവും പ്രധാനം വിനായകൻ എന്ന നടൻ്റെ സിനിമയിലെ സാന്നിധ്യമാണ്. യേശുദാസിനെയും കുടുംബത്തെയും അടൂരിനൊപ്പം ഏറ്റവും അസഭ്യവും വികൃതവുമായ രീതിയിൽ അധിക്ഷേപിച്ചും അപർണ എന്ന മാധ്യമ പ്രവർത്തകയെയും മറുനാടൻ ഷാജിയുടെ ഭാര്യയെയും മകളെയുമൊക്കെ അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ ലൈംഗികമായി അധിക്ഷേപിച്ചും വിനായകൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേളയാണ്. വിനായകനെ ജാതീയമായോ രാഷ്ട്രീയമായോ സപ്പോർട്ട് ചെയ്യുന്നവർ സിനിമയെ സഹായിച്ചാലും മറിച്ചുള്ള വികാരം ശക്തമാണെങ്കിൽ അത് സിനിമയെ ദോഷമായി തന്നെ ബാധിക്കും. രണ്ടാമത്തെ ഘടകം നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് കുറ്റാരോപിതർക്ക് വേണ്ടി സംസാരിച്ചെന്നും താൻ കൊടുത്ത പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും പറഞ്ഞുകൊണ്ട് നടത്തിയ ആരോപണമാണ്. വർഷങ്ങളായി മമ്മൂട്ടി ഉണ്ടാക്കിയെടുത്ത ഫാൻ ബേസും സൽപ്പേരും ഉള്ളപ്പോൾ ഇത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കില്ല. മൂന്നാമത്തെ ഘടകം സിനിമയുടെ ഇതിവൃത്തത്തിലെ നിഷേധാത്മകതയാണ്, നെഗറ്റിവിറ്റിയാണ്. സയനൈഡ് മോഹൻ എന്ന കൊടും കുറ്റവാളി കഥയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മമ്മൂട്ടിയെപ്പോലെ ഫാമിലി മാനായും നന്മയുള്ള കഥാപാത്രങ്ങളായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാൾ ഒരു ക്രൂരനായി പരിണമിക്കുന്നത് പൊതുവിൽ എത്ര പേർ ഇഷ്ടപ്പെടും എന്ന് അറിയില്ല. മമ്മൂട്ടി ഒരു ക്രൂരനായ വില്ലനാകുമ്പോൾ ആ സിനിമയിൽ സ്വാഭാവികമായും ഏറ്റവും പ്രാധാന്യം മമ്മൂട്ടി കഥാപാത്രം എന്ന നിലയിൽ ആ വില്ലന് തന്നെയാവും. അങ്ങനെ സ്ത്രീകളെ ചൂഷണ മനസ്സോടെ കാണുന്ന നന്മയില്ലാത്ത ഒരു വില്ലന് അമിത പ്രാധാന്യമുള്ള ഒരു സിനിമ പൊതുസമൂഹം കൊള്ളുമോ തള്ളുമോ എന്നതും ചോദ്യമാണ്. തമാശകളും വൈകാരികതയും പറയുന്ന ചിത്രങ്ങൾക്കാണ് കുടുംബ പ്രേക്ഷകർ ഉണ്ടാകുക. സ്ത്രീ വിഷയവും കൊലപാതകവുമാണ് ഇവിടെ സിനിമയുടെ പ്രമേയം എങ്കിൽ തിയേറ്ററുകളിൽ നിന്ന് കുടുംബ പ്രേക്ഷകരെ അകറ്റി നിർത്താൻ അതും ഒരു കാരണമായേക്കാം. ഭ്രമയുഗം പോലെ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ചിത്രവും പാലേരി മാണിക്യം എന്ന സിനിമയും മമ്മൂട്ടിയുടെ ക്രൗര്യഭാവങ്ങൾ മലയാളികൾക്ക് അനാവരണം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഭ്രമയുഗം സിംബോളിക്കായ ഒരു പ്രമേയമായതുകൊണ്ടും അതിലെ മമ്മൂട്ടി കഥാപാത്രം കൊടിയ കുറ്റവാളി അല്ലാത്തതുകൊണ്ടും നമുക്കതിനെ കളങ്കാവലിനോട് ഉപമിക്കാൻ കഴിയില്ല. പാലേരി മാണിക്യത്തിലാകട്ടെ ദുഷ്ടൻ മമ്മൂട്ടിമാരെ സാത്വികനായ ഒരു മമ്മൂട്ടിയെ കൊണ്ട് ബാലൻസ് ചെയ്യിക്കുന്നുമുണ്ട്. ഇനിയും ഒരു വെല്ലുവിളി ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സംഭവത്തിൻ്റെ ചുവട് പിടിച്ച് ഉണ്ടാക്കിയതാണ് ഈ സിനിമ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടെ ആളുകൾ സിനിമയെ സമീപിക്കുവാൻ സാധ്യത കുറവാണ് എന്ന് കരുതാം. അടുത്ത കാലത്തിറങ്ങിയ മമ്മൂട്ടി സിനിമകൾ തിയേറ്ററിൽ മികച്ച പ്രതികരണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതും ഒരു വെല്ലുവിളിയായി വേണമെങ്കിൽ കൂട്ടി വായിക്കാം. സിനിമയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഇതൊക്കെയാണെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്തെന്നാൽ ഇത് ഒരു മമ്മൂട്ടി സിനിമയാണ് എന്നത് തന്നെയാണ്. കാമ്പുള്ള കഥയും അതിൻ്റെ കൃത്യമായ ചിത്രീകരണവും അവതരണവും കൂടി ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളികളെയൊക്കെ സിനിമ നിഷ്പ്രയാസം അതിജീവിക്കും. പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും മാറി മാറി നേരിട്ട് വിസ്മയിപ്പിച്ച നടനാണ് മമ്മൂട്ടി. സുന്ദരനും സുമുഖനുമായി വാഴ്ത്തപ്പെടുന്ന കാലത്ത് മൃഗയിലെ വാറുണ്ണിയും സൂര്യമാനസത്തിലെ കുട്ടുറുമീസും ആയി. ദാനിയിലെ വൃദ്ധനും പൊന്തന്മാടയിലെ അപരിഷ്കൃതനായ സാധു മനുഷ്യനുമായി. മമ്മൂട്ടിയുടെ പരീക്ഷണങ്ങൾ വിജയം കാണട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകുക. നന്ദി.